അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെയിൻസ്റ്റ് ഇക്വേഷൻ ആണ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഷീ യൂസ് ചെയ്യും. ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏകദേശം സെയിം സംഭവം തന്നെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഷീ യൂസ് ചെയ്താൽ മാത്രം പോരാ, വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഷീയുടെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കോൺസെൻട്രേഷൻ അഥവാ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഷീ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ സൊല്യൂഷനും എന്താവണമെന്നില്ല, സ്റ്റാൻഡേർഡ് ആവണമെന്നില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലാത്ത നേരത്തും നമുക്ക് തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ എന്ത് യൂസ് ചെയ്യാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം, നെയിൻസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴാണ് ഷീ യൂസ് ചെയ്യുക, എപ്പോഴാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയണം. സ്റ്റാൻഡേർഡ് അഥവാ യൂണിറ്റ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മൾ ഷീ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഷീ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യാം, നെയിൻസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. നെയിൻസ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ജനറലി ഒരു മെറ്റൽ എന്ന് വിചാരിച്ചു, ഒരു മെറ്റൽ അയോണിക് ഫോം ആണ്, Mn+, അതെന്താ n ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ എന്തായിട്ട് മാറും, M എന്ന് പറഞ്ഞ മെറ്റലായിട്ട് മാറും. വേറെ ഒന്നും വിചാരിക്കേണ്ട ഒരു റിയാക്ഷൻ. ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ സിങ്ക് ആണെങ്കിൽ എന്താ നമ്മൾ എഴുതാറ്, Zn2++2 ഇലക്ട്രോൺ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതില് ഡാനിയൽ സെൽ ഉണ്ട്, ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ എഴുതുന്നുണ്ട്. ഡാനിയൽ സെൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. നമ്മൾ സാധാരണ ഒരു ബീക്കർ, 2 ബീക്കർ എടുക്കാറുണ്ട്. നമ്മളത് ചെയ്ത് തന്നെയാണ്. ഒരെണ്ണത്തില് സിങ്കും മറ്റൊരെണ്ണത്തില് കോപ്പറും ആണെങ്കിൽ ഇത്തരം സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഡാനിയൽ സെൽ. സിങ്കും അതുപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡ് സിങ്കും കോപ്പറും ആണെങ്കിൽ ആ ഗാൽവനിക് സെല്ലിന് എന്ത് വിളിക്കാം, ഡാനിയൽ സെൽ എന്ന് ജനറൽ ആയിട്ട് പറയാം. അപ്പൊ ഡാനിയൽ സെൽ ഒരു പ്രത്യേക തരം ഗാൽവനിക് സെൽ തന്നെയാണ്. നമ്മൾ എടുക്കുന്നത് ആരൊക്കെയായിരിക്കും, സിങ്കും കോപ്പറും കേട്ടോ. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ വേറെ നോക്കണ്ടാൽ ആരൊക്കെ ഉണ്ടാവും, സിങ്കും ഉണ്ടാവും, കോപ്പറും. റിയാക്ഷൻ നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ട്. Zn plus CuSO4 gives ZnSO4 plus Cu. ഇതിൽ പ്രധാനമായ മാറ്റം സിങ്ക് എന്തായിട്ട് മാറും, സിങ്ക് 2+ ആയിട്ട് മാറും. കോപ്പർ എന്ന് പറയുന്നത് Cu2+ എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. കൂടെ സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് 2+ ആയിട്ട് മാറും, Cu2+ എന്ന് പറയുന്നത് Cu ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറലി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജ് കിട്ടണമെങ്കിൽ ചാർജ് നഷ്ടപ്പെടുകയോ ചെയ്യും. ഇവിടെ Mn എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ടായിരിക്കും, Mn+ എന്ന് പറഞ്ഞ മെറ്റൽ എന്തായിട്ട് മാറും, M ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിന് നെയിൻസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന രീതി ഇതാണ്, കൃത്യമായിട്ട് നോക്കാം. E of അതായത് പൊട്ടൻഷ്യൽ ഓഫ് E of Mn+m is equal to E0 of Mn+m minus RT/NF log 1 by concentration of Mn+. ഇതാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ. ഇത്രയുള്ള കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ റിയാക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ E of പൊട്ടൻഷ്യൽ ഓഫ് Mn+m അത് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കാണുന്നു. ഇതേ സംഭവത്തിന് തന്നെ 0 ഇട്ടുന്നേ മാറ്റുള്ളൂ. ഇതിന്റെ തന്നെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ ഷീ വെച്ച് കണ്ടുപിടിക്കുന്ന പൊട്ടൻഷ്യൽ ആണ് ഇത്. മൈനസ് R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രാൻസൈഡ് ഇലക്ട്രോൺ. ഇവിടെയാണ് നമ്മൾ എത്ര ഇലക്ട്രോൺ, 2+2 ആണ് നമ്മൾ ഇവിടെ ഇട്ട് വയ്ക്കുക. F ഫാരഡേ കോൺസ്റ്റന്റ് ആണ്, log 1 by Mn+ കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ എന്തിനാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ എന്ന് പഠിക്കാം, നെയിൻസ്റ്റ് ഇക്വേഷൻ എന്താണ് പഠിച്ചിരിക്കുക. ഇനി നമ്മൾ ഡാനിയൽ സെൽ അപ്ലൈ ചെയ്യും. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഡാനിയൽ സെല്ലിന്റെ നെയിൻസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ടെക്സ്റ്റിലുണ്ട്, കൃത്യമായിട്ട് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കോപ്പർ ആണ് എടുക്കുന്നത്. അപ്പോൾ കോപ്പറിനുണ്ടാവുന്ന മാറ്റം ഏതായാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ജനറൽ എടുക്കുന്നത് Cu2+ Cu എന്നാണ് എടുക്കുന്നത്. അപ്പോൾ സെയിം ടൈപ്പ് ഇക്വേഷൻ എഴുതും. ഇവിടെ Cu2+ Cu ആണെങ്കിൽ ഇവിടെ E0 Cu2+ Cu minus RT/2F, കാരണം 2 ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ 2F log 1 by Cu2+. സെയിം ടൈപ്പിൽ തന്നെ എന്തിനെടുക്കും, സിങ്ക് ഇലക്ട്രോഡ് എടുക്കും. നമുക്ക് 2 ബീക്കർ ആണ്, ആദ്യം സിങ്ക്, രണ്ടാമത്തെ കോപ്പർ. അപ്പൊ നമ്മൾ ഓരോന്നിനും പറയുന്നുണ്ട്. സിങ്കിന്റെയും നമ്മൾ സെയിം ടൈപ്പ് ഇക്വേഷൻ എഴുതുന്നുണ്ട്. നമ്മളോട് നേരത്തെ വരച്ച ഫിഗർ ഒന്നുകൂടി വരയ്ക്കുക. ഇവിടെ 2 ബീക്കർ എടുക്കും. ഇവിടെ നമ്മൾ
ZnSO4 ഉണ്ടാവും, ഇവിടെ CuSO4 ആയിരിക്കും, ഇത് സിങ്ക് ആയിരിക്കും, ഇവിടെ ഉണ്ടാവുന്നത് കോപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത് സിങ്ക് ആണ്, ഇത് കോപ്പർ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ സെൽ എന്ന് പറയുന്നത് എന്താണ്, ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ റൈറ്റ് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. ഈ റൈറ്റ് ആണ് ഈ കൊയ് ഓഫ് കോപ്പർ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ലെഫ്റ്റ് കണ്ടുണ്ട്, അതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നെഗൻസ്റ്റ് ഇക്വേഷന് പരിപാടി വിളിച്ച് കഴിഞ്ഞു. അപ്പൊ എന്താ, നമുക്ക് ഇവിടത്തെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടി, ഇവിടത്തെയും എന്ത് കിട്ടി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യാം, ഇ ഓഫ് കോപ്പറിൽ നിന്ന് ഇ ഓഫ് സെങ്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. ഇനി അത് മാറ്റിയുണ്ട്. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഒന്നുമില്ല, ഇനി മാക്സ് സാധാ കണക്ക് ചെയ്യണ പോലെയാണ്. ഈ റൈറ്റ് ആണിത്, ഈ ലെഫ്റ്റ് ഇത്. ഇപ്പൊ ജസ്റ്റ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഈ സെൽ ഈസ് ഇക്വൽ ടു, അപ്പോ ഈ ടൈമിൽ നിന്ന് ഇത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൽ നിന്ന് ഇത് കുറച്ച് എഴുതുന്നത് E0 Cu2 plus bar Cu minus E0 Zn2 plus bar Zn. അപ്പൊ ഇതിൽ ഇത് കുറച്ചു. ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇത് കുറയ്ക്കലാണ്, വേറെ ഒന്നല്ല. അപ്പൊ മൈനസ് RT/2F log 1/Cu2 പ്ലസ്, വീണ്ടും മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് വരും, പ്ലസ് RT/2F log 1/Zn2 പ്ലസ്. ഇതിലൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ സെൽ ഈസ് ഇക്വൽ ടു, ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. നമ്മൾ നോക്കിയാൽ ഇത് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ആണ്. അപ്പൊ നോർമൽ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ E0 സെൽ. പിന്നെ വരുന്നത് നോക്കിയാൽ ഇതിലും RT/2F കോമൺ ആണ്. പിന്നെ ജസ്റ്റ് കുറയ്ക്കാം, മൈനസ് RT/2F പുറത്തെടുക്കുകയാണെങ്കിൽ, മൈനസ് പുറത്തെടുക്കുന്നത് ഇവിടെ പ്ലസ് ആയിട്ട് മാറും, ലോഗ് 1/C2 പ്ലസ് മൈനസ് ലോഗ് 1/Zn പ്ലസ് എന്നാണ് വരാം. ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറഞ്ഞാൽ ലോഗ് A/B ആയിരിക്കും. ഇപ്പൊ നോർമലി ലോഗ് A ഇതാണ്, ലോഗ് B ഇതാണ് വരാം. ഇപ്പൊ ലോഗ് 1/C2 പ്ലസ് ബൈ ലോഗ് 1/Zn2 പ്ലസ് ആണ്. നമുക്ക് ജനറലി ലോഗ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്ന് പറഞ്ഞാണ് കിട്ടാം. ഇതിലൊന്നും കൂടി ഇതാണ് ഏകദേശം ഫൈനൽ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ഡാനിയൽ സെല്ലിന്റെ നെഗൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഈസ് ഈക്വൽ E0 സെൽ മൈനസ് RT/2F log Zn2 പ്ലസ് ബാർ Cu2 പ്ലസ് എന്നാണ്. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചെയ്യാവുന്ന ഒരു രീതിയുണ്ട്. അത് എത്രയുള്ളൂ, ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ്, നമ്മൾ ഈ ആറിന്റെ വാല്യൂ ടിന്റെ വാല്യൂ എഫിന്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്നതാണ് 0.059/2 log Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. ഇതാണ് എന്റെ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ നെഗൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പ്രോപ്പർ ആയിട്ട് എഴുതി പഠിക്കണം. അപ്പൊ എന്താണ് നെഗൻസ്റ്റ് ഇക്വേഷൻ, എന്തിനാണ് നെഗൻസ്റ്റ് ഇക്വേഷൻ കൃത്യമായിട്ട് അറിയണം. പിന്നെ ഡാനിയൽ സെല്ലിന്റെ നെഗൻസ്റ്റ് ഇക്വേഷൻ എഴുതി പഠിക്കുക, നോട്ടിൽ കൃത്യമായിട്ട് എഴുതണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചോളൂ. അത്യാവശ്യം ഡൗട്ട് വരുന്ന ടോപ്പിക്കാണ്.